ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് അഹങ്കാരികളാക്കരുത്. നിങ്ങളെ അഹങ്കാരികളാക്കരുത്. ഈ നാട്ടിലെ ജനങ്ങളാണ് വലുത്. അവർക്ക് ജയിപ്പിക്കാനും തോൽപ്പിക്കാനും അറിയാം. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ, എന്നെ നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ നിങ്ങൾ എന്നെ പരാജയപ്പെടുത്തണം. ഞാൻ ഇതുകൊണ്ട് ഒന്നും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ലാഭം കൊയ്യണം എന്നുദ്ദേശിച്ചിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സമ്മതനല്ലേ ഞാൻ? എന്നെ നിങ്ങൾ പരാജയപ്പെടുത്തുകയും അപഗണനയുടെ ഗർത്തത്തിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും വേണം. ഞാൻ ഒറ്റപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ, എന്റെ പഴയകാല ലീഗിന്റെ സ്നേഹിതന്മാരെ, നിങ്ങൾക്ക് എന്നെ ഒറ്റപ്പെടുത്താനാവില്ല. ഈ ജനക്കൂട്ടത്തിനിടയിൽ എന്നെ ഒറ്റപ്പെടുത്താൻ നിങ്ങളൊരു നൂറ്റാണ്ട് ശ്രമിച്ചാലും സാധ്യമാവുകയില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ ഞാനുണ്ടാകും, അവർക്കിടയിൽ ഞാനുണ്ടാകും. എന്നെ ഒറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. എനിക്കെതിരായി ഉന്നയിക്കപ്പെട്ട വലിയ ആക്ഷേപം എന്താണ്? വലിയ ആക്ഷേപം സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകിയ കേരള യാത്രയിൽ ഞാൻ അംഗമായി പോലും. അത് വലിയ അപരാധമാണത്രേ. CPM-ന്റെ ഒരു മെമ്പർ പോലുമല്ല ഞാൻ. ഈ ആക്ഷേപം ഉന്നയിക്കുന്നവർ എന്നെ എങ്ങനെ കാരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നറിയില്ല നിങ്ങൾക്ക്. അവർ എന്നെ എങ്ങനെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് ഓർമ്മയില്ല. ഞാൻ രാഷ്ട്രീയ ശ്മശാനത്തിൽ ഒരു പ്രേതം പോലെ അലഞ്ഞിരിക്കുന്നത് ഇവർക്ക് കാണണം. എടുക്കാത്ത നാണയത്തിട്ടായി ഞാൻ രാഷ്ട്രീയത്തിന്റെ പാർശ്വവൽകൃതമായ മേഖലയിൽ അനാഥനെ പോലെ അലയുന്നത് ഇവർക്ക് കേൾക്കണം, ഇവർക്ക് കാണണം. അവരാണ് ഈ ആക്ഷേപവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പാർട്ടിയിൽ അംഗം പോലുമല്ലാത്ത എന്നെ CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ നയിച്ച ജാഥയിൽ 6 അംഗങ്ങളിൽ ഒരാളാക്കി അവര് തീരുമാനിച്ചത് ഒരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അതിനൊരു ബഹുമതിയായിട്ട് കാണുന്നത്? എന്താണ് ആ ജാഥയിലൂടെ ഞാൻ പഠിച്ചത്? എന്റെ ജീവിതത്തിൽ മുസ്ലിമേതരമായ ഒരു സമൂഹത്തോട് മുസ്ലിങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും ഒരുപോലെ അണിനിരന്ന മൾട്ടി റിലിജിയസ് സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദത്തോട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംവദിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയത് എന്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. ഞാൻ അവിടെ കണ്ടുമുട്ടി എന്റെ സഹോദര സമുദായങ്ങളെ. കർഷകരുണ്ടായിരുന്നു അതിൽ, കർഷക തൊഴിലാളികളുണ്ടായിരുന്നു അതിൽ, പാവപ്പെട്ടവരുണ്ടായിരുന്നു അതിൽ, ഭാരം പേർന്നവരുണ്ടായിരുന്നു അതിൽ, ദരിദ്രരും സമ്പന്നരും പാവപ്പെട്ടവരും ദുർബലരും എല്ലാം അണിനിരന്ന സദസ്സുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ പ്രസംഗിച്ചപ്പോ അവരെന്നോട് കാണിച്ച സ്നേഹവായ്പ, അവരെന്നോട് കാണിച്ച സ്നേഹവാത്സല്യം എന്റെ ജീവിതത്തിൽ ഒരു നൂറ്റാണ്ട് ഞാൻ പഠിച്ചാലും വായിച്ചാലും കിട്ടാത്ത അറിവുകൾ എനിക്ക് പ്രദാനം ചെയ്യുകയുണ്ടായി. ഒരു മാസക്കാലം എന്റെ സമുദായത്തിൽപ്പെടാത്ത ഒരു കൂട്ടത്തിൽ ഞാൻ താമസിച്ചു. ഞാൻ എന്റെ സമുദായത്തിൽപ്പെടുന്നവരുമായി മാത്രമേ അതിനു മുൻപ് കൂടുതലായി ഇടപഴകിയിരുന്നുള്ളൂ. ഒരു മാസം ഞാൻ അവരുമായി സമയം പങ്കിട്ടപ്പോ എന്റെ പല തെറ്റിദ്ധാരണകളും അവസാനിച്ചു. ആ ഒരു മാസക്കാലയളവിനുള്ളിൽ ഒരു നേരത്തെ നമസ്കാരം പോലും എനിക്ക് മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല. അതിനുള്ള അവസരങ്ങൾ അവരുണ്ടാക്കി തന്നു. എന്തൊക്കെ പുകിലുകളായിരുന്നു ഇവിടെ പറയുന്നത്! കമ്മ്യൂണിസ്റ്റുകാർ മതവിരോധികളാണ്, മതനിഷേധികളാണ്. ഇവിടെ 2 വ്യക്തികൾ, 2 ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ, അബ്ദുള്ള കുട്ടിയും ഡോക്ടർ മനോജും പാർട്ടി മാറാൻ വേണ്ടി തീരുമാനിച്ചു. മതപരമായ ഒരു പ്രശ്നം ഉയർത്തിയാണ് അവർ പാർട്ടി മാറിയത്. നമസ്കരിക്കാൻ സമ്മതിച്ചില്ല, മയ്യത്ത് നമസ്കരിക്കാൻ പാർട്ടി അനുവദിച്ചില്ല. ആരോടാണിത് പറയുന്നത്? CPM-ന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി TK സൈദാലിക്കുട്ടിയെ മറവ് ചെയ്തിരിക്കുന്നത് ഞാനെന്നും ബഹുമാനിക്കുന്ന എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ പരമ്പരയിൽ അഹമ്മദ് ഹാജി സാഹിബിനെ മറവ് ചെയ്തിരിക്കുന്ന അതേ മഞ്ചേരിയിലെ ജുമാ മസ്ജിദിന്റെ വളപ്പിലാണെന്നുള്ളത് ആർക്കാണറിയാത്തത്? നിങ്ങൾ ആരെയാണ് വിധികളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അബ്ദുള്ള കുട്ടിക്കും മനോജിനും മറ്റു കാരണങ്ങൾ പറഞ്ഞു പോകാമായിരുന്നു.